മീറ്റ് ദി ഓണ്ടർപ്രണറിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. എന്റെ പേര് തോമസ് വൈസ് ആണ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ട് ഓണ്ടർപ്രണർ ആണ്. ദാക്ഷായണി ബിസ്ക്കറ്റ് എന്ന് പറയുന്ന ബിസ്ക്കറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിന്റെ സോൾ ഫൗണ്ടറായ സേതു മാധവനാണ് ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറയുന്നത്. വെൽക്കം സേതു മാധവൻ. നമുക്കറിയാം സേതു മാധവൻ എത്ര ബുദ്ധിമുട്ടിയാണ്, എത്ര ഹാർഡ്ഷിപ്പിലൂടെ കടന്നിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ കമ്പനി ഉണ്ടാക്കിയെന്നുള്ളത്. അവിടുന്ന്, അതായത് ഒരു സൈക്കിളും ഒരു ചെറിയൊരു ടെമ്പോവും വെച്ചിട്ടാണ് സേതു മാധവന്റെ തുടക്കം എന്ന് പറയുന്നത്. അവിടുന്ന് ഇന്ന് എന്തൊക്കെയാണ് സേതു മാധവൻ ഇല്ലാത്തത്? 10 കോടി രൂപയുടെ ഒരു ബാംഗ്ലൂർ പ്രോപ്പർട്ടി, 20 കോടി രൂപയുടെ മൂന്നാറിൽ അടുത്ത പ്രോപ്പർട്ടി, ദുബായ്, മൊറീഷ്യസ്, അങ്ങനത്തെ പല ദിക്കിലും പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ്, പിന്നെ ഒരു പ്രൈവറ്റ് ജെറ്റ്, 2 പ്രൈവറ്റ് ജെറ്റ്. ഇതൊക്കെയാണ് ഇന്ന് സേതു മാധവന്റെ മുതൽ കൂട്ട് അല്ലെങ്കിൽ അസറ്റായിട്ട് കയ്യിലിരിക്കുന്നത്. എങ്ങനെയാണ് സേതു, എന്താണ് നിങ്ങളുടെ ജേർണി? നമ്മളൊന്ന് ഇൻസ്പയർ ചെയ്യും, ഒന്ന് പറഞ്ഞുതരാമോ എന്താണ് നിങ്ങളുടെ ജേർണി? എൻ്റെ അന്നത്തെ ആ ദിവസം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കതിലോട്ടൊന്ന് പോയാലോ? നോക്ക് സാറേ, അപ്പൊ കാണും സാർ. ഇത് ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്ന ബെസ്റ്റ് സ്വിച്ചസ് ആണ് സാർ. ISI മാർക്ക് നിർബന്ധമാണ്. ഒന്ന് കൊടുത്തിട്ട് കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കടാ, അപ്പൊ കാണും മാർക്ക്. ആ അതൊക്കെ പോട്ടെ, കേബിൾസ് ഒക്കെ ആർമിയുടെ അതെ സാർ. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? നീ മിണ്ടരുത്. ലൈറ്റിനും മെഷീനും ഒക്കെ ഒരേ കണക്ഷനാണ്. അത് പാടില്ലെന്ന് അറിഞ്ഞുകൂടെ? ഇത് ഞാൻ സമ്മതിക്കില്ല. സമ്മതിച്ചില്ലെങ്കിൽ താൻ ഇവിടുന്ന് പോവില്ല. ഇയാളാരാ സാർ? ഒരു വഴിപോക്കാണ്. അല്ല, ഞാൻ അവന്റെ ചേട്ടൻ. അതെന്റെ കുറ്റമല്ല സാർ. സോറി, ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. ഇയാളുടെ കാര്യത്തിലോ വയറിങ്ങിന്റെ കാര്യത്തിലോ? രണ്ടിലും സാർ. ഉടനെ ഇതൊക്കെ ചേഞ്ച് ചെയ്യണം സാർ. അത് ഞാൻ പ്ലീസ് ഒന്ന് പറയട്ടെ സാർ. അതായത് മര്യാദയ്ക്ക് പരിശോധിച്ച് ഒപ്പിടുന്നതാണ് നല്ലത്. ചുമ്മാ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് തടസ്സം ഉണ്ടാക്കുക. ഇവരുടെ സ്ഥിരം വഴിന് മാറണോ? ഇല്ലെങ്കിൽ നീ എന്നെ സസ്പെൻഡ് ചെയ്യടാ. ഒപ്പിടുற പട്ടി, ഒപ്പിടുற പട്ടി, തെണ്ടി നായിന്റെ. ആ സംഭവത്തിന് ശേഷം എനിക്ക് മനസ്സിലായി, ഫയറും ഇലക്ട്രിക്കലും പ്ലംബിങ്ങും എല്ലാം ഒരു ഫാക്ടറിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫാമിലിയുമായിട്ട് വാനിൽ വൈഫിൻ്റെ കൂടെ ഞങ്ങൾ ഹണിമൂണിന് പോയ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഞാൻ ആദ്യം ചെയ്തത് തുടക്കം മുതൽ എല്ലാം അങ്ങോട്ട് അടിപൊളി മാറ്റി. എല്ലാം ഗുരുവായൂരപ്പൻ്റെ കൃപ. ഞാൻ അന്ന് അതിനുശേഷം നേരെ ഒന്ന് ഗുരുവായൂരപ്പനെ കാണാൻ ചെന്നു. ഗുരുവായൂരപ്പ രക്ഷിക്കണേ, എൻ്റെ ദാക്ഷായണി ബിസ്ക്കറ്റിന് എല്ലാവർക്കും കഴിക്കാനുള്ള അവസരം ഉണ്ടാക്കണേ, കുട്ടികളൊക്കെ ദാക്ഷായണിക്ക് വേണ്ടി ഓടണേ, എന്നെ മാത്രം രക്ഷിക്കണേ. മഞ്ചാടിക്കുരുവില്ല, ഈ നാട്ടിൽ ജംസ് മാത്രമേ ഉള്ളൂ. എന്താ വത്സ, നിന്റെ പ്രശ്നങ്ങളൊക്കെ വേഗം തീരും. നീ ഗണപതിക്കൊരു തേങ്ങ ഇടയ്ക്ക്. തും കോൻ ഹോ, താനാരാണ്? എനിക്കെന്താ കണ്ണുണ്ട് ഇവിടെ, പൊട്ടനാണോ? അയ്യോ ബ്രദറെ, ഒന്ന് ക്ഷമിക്കുക. ഞാനേ ഒരു ഫാക്ടറി തുടങ്ങണേൻ്റെ ടെൻഷനിലായിരുന്നു. എൻ്റെ പേര് നിതിൻ, ഞാൻ ഒരു ഫയർ ഫൈറ്റിംഗ് കോൺട്രാക്ടറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫയറിൻ്റെ എന്തായാലും ചെയ്യേണ്ടി വരുമല്ലോ. ഫയർ ആവശ്യമുണ്ട്. നമുക്കൊരു ബിസ്ക്കറ്റ് ഫാക്ടറിയാണ്. ഇവിടെ ഏലക്ക, പഞ്ചസാര, അങ്ങനത്തെ കുറേ റോ മെറ്റീരിയൽസ് ഉണ്ടാവും. അപ്പോൾ ഫയർ അത്യാവശ്യമാണ്. എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഫാക്ടറിയിലേക്ക് എന്തായാലും വരാം. വന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. നീ ഉദ്ദേശിച്ച ഫയറും ഞാൻ ഉദ്ദേശിച്ച ഫയറും സെയിം ആണല്ലോ അല്ലേ? അതെ. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. ഓക്കെ. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. പൊടിയാണല്ലോ. സാറേ, ഞാൻ മൊത്തം കണ്ടു. നമുക്കിവിടെ ഫയറിന്റെ കാര്യങ്ങൾ ചെയ്യാനുള്ളത് ഞാൻ എന്തായാലും ചെയ്തുതരാം. ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തുതരാം. ഫയറിന്റെ കാര്യത്തിൽ നീ എടുക്കാനാന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സാർ ഒന്നും കൊണ്ടും പേടിക്കണ്ട. എൻ്റെ ആൾക്കാരുണ്ട്, പ്ലംബിംഗ് ഉണ്ട്, ഇലക്ട്രിക്കൽ ഉണ്ട്. സാറിന് ആരെ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ കണക്ട് ചെയ്ത് തരാം. എന്തായാലും ഞാൻ ഫുള്ള് റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റുള്ളത്. ഓക്കെ. അപ്പൊ പൈസയുടെ കാര്യമൊക്കെ അത് സാർ നോക്കണമെന്ന്. ഞാൻ നിനക്കൊരു പണി തന്നിട്ടുണ്ട്, നീ തിരിച്ച് എനിക്കൊരു പണി തരരുത് കേട്ടാ. ഓക്കെ അല്ലേ? ഓക്കെ സാർ. ഓക്കെ, അപ്പൊ കാണാം. ഗൈസ്, എനിക്കൊരു വർക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ഫാക്ടറി പ്രോജക്റ്റാണ്, ദാക്ഷായണി ബിസ്ക്കറ്റ് ഫാക്ടറി എന്ന് പറയും.
നമുക്ക് എല്ലാവർക്കും അവിടെ ഒരു സ്കോപ്പ് ഉള്ളതാണ്. അനീർബൻ, ഷസാറെ, ഷാസിൻ, എല്ലാവർക്കും, ദിലീപിനും എല്ലാവർക്കും നമുക്ക് അവിടെ ഒരു സ്കോപ്പ് ഉള്ളതാണ്. അപ്പോൾ ഞാൻ എല്ലാവരെയും ഒന്ന് കണക്ട് ചെയ്ത് തരാം. Good morning, achievers. My name is Murali Krishna from National Electric Company. We are A-grade electrical contractors. And firstly, let me thank from the bottom of my heart Mr. Sethu Madhavan for giving me an opportunity to be part of his biscuit factory. Any factory you take, you will have the similar type of electrical distribution system. And this is one of the first equipments which comes in part of in the electrical network, which is the 11 kV panel and the transformer. And from here you have the power cables which take the power to the other panels and the further distribution to the load centers. Now we have used on almost all of our project sites cables from Gloucester handled by our own Dilip, and the earthing materials are from Virat Metals. And we do projects for Cochin International Airport, ISRO, CPWD, etc. across Kerala and in Tamil Nadu. Thank you, achievers, for this opportunity. Thank you. Hi, I'm Dilip Anantharaman from Central Marketing Syndicate. We are into distribution of electrical products. അതായത് തൊട്ട് മുമ്പ് ഇപ്പം മുരളി സാറ് പറഞ്ഞ ആ ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ പ്രൊഡക്ട്സ് നമ്മൾ മുരളി സാർ പോലുള്ള A-grade ഇലക്ട്രിക്കൽ കോൺട്രാക്ടേഴ്സിനും അതേപോലെ MEP കോൺട്രാക്ടേഴ്സ് അങ്ങനെയുള്ള ബിൽഡേഴ്സ് ഇവർക്കൊക്കെ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ. വി ആർ നോൺ ആസ് ദ കേബിൾ പീപ്പിൾ. സോ വാട്ട് എവർ യു സീ ഹിയർ, ഈ കറുത്ത സാധനങ്ങളെല്ലാം ഇതെല്ലാമാണ് കേബിൾസ് എന്ന് പറയുന്നത്. കേബിൾ ഇസ് നത്തിങ് ബട്ട് സംതിങ് വിച്ച് ക്യാൻ ക്യാരി കറണ്ട്. ഓക്കെ, സോ ഈ ഒരു ബിസ്ക്കറ്റ് ഫാക്ടറിയിലേക്ക് ഉള്ള മെഷീൻസ് റൺ ചെയ്യാനായിട്ടുള്ള കറണ്ട് സപ്ലൈ ചെയ്യുന്നത് ഈ കേബിൾസ് ആണ്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ബോക്സ് ഒക്കെ കാണുന്നത് ആണ് സ്വിച്ച് ഗിയേഴ്സിൻ്റെ ബോക്സ്. ഈ ബോക്സ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഇലക്ട്രിക്കൽ സ്വിച്ച് ഗിയേഴ്സ് ലൈക്ക് MCCBs, ELCBs ഇതൊക്കെ നമ്മുടെ കറണ്ട് കൺട്രോൾ അല്ലെങ്കിൽ കറണ്ട് കട്ടിംഗ് മെക്കാനിസമാണ്. അപ്പോൾ A to Z ഉള്ള ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മുരളി സാറിന് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണ്. So all these electrical products like cables, switch gears, switches, everything we are doing it. And yeah, so and similar and allied product of this electrical, either electrical connection undengil earthing is very important. So earthing is also an electrical component. And Milab, better you can explain on the earthing part. Yes, hi. This is Milab from Virat Metals, your metal partner. Inside this transformers and panel boards, copper is being used, and we supply that copper strips for that. Along with that, we supply aluminum bus bars. And when you see this cable passing, we require cable trays. So we supply cable trays for the cables. Along with that, we also supply cast iron manhole covers. You can basically this is what the earthing related copper is. Hi, my name is Shashi Menon and I am from Rubop Sales and Service. We are suppliers of diesel generators. ഇത് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഡീസൽ ജനറേറ്ററാണ്. നമ്മുടെ സേതു മാധവൻ ഓഫ് ദക്ഷണി സപ്ലൈ ചെയ്തതാണ്. ഇതിൻ്റെ കപ്പാസിറ്റി 160 kV ആണ്. ഈ ജനറേറ്ററാണ് ബിസ്ക്കറ്റ് ഫാക്ടറിയുടെ ടോട്ടൽ പവർ ടേക്ക് ഓവർ ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു മാസമായിട്ട് കമ്പനി മുഴുവൻ പ്രൊഡക്ഷൻ എടുത്തിരിക്കുന്ന ഈ ജനറേറ്ററിൻ്റെ പവർ വെച്ചിട്ടാണ്. ഇപ്പോഴാണ് അവർക്ക് KCB സപ്ലൈ കിട്ടിയത്. എൻ്റെ ബാക്ക് സൈഡ് കാണുന്ന ജനറേറ്റർ 160 kV കപ്പാസിറ്റി ഉള്ളതാണ്. ഈ ജനറേറ്റർ ത്രൂ നാഷണൽ ഇലക്ട്രിക്കൽ കമ്പനി മുഖേനയാണ് സപ്ലൈ ചെയ്തത്. ഇവിടെ അവരാണ് ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ ആൻഡ് ഇൻസ്പെക്ടർ അപ്രൂവൽ എല്ലാം ചെയ്തത്. Total system handed over by National Electrical Company. Once again, my name is Shashi Menon. We are supplying of diesel generators from 5 kVA to 2500 kVA. Thank you. ഇതാണ് നമ്മുടെ സേതു മാധവൻ്റെ ഫാക്ടറി ചെയ്തേക്കുന്ന ഹൈഡ്രൻ സിസ്റ്റം കാര്യങ്ങളും ഇതെല്ലാം. ഇത് ഹൈഡ്രൻ സിസ്റ്റം മാത്രമല്ല, നമ്മളിവിടെ സ്പ്രിംഗ്ലർ സിസ്റ്റം, പിന്നെ അലാറം സിസ്റ്റം, ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. പമ്പ് റൂം വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ തന്നെ പല കാറ്റഗറി ബിൽഡിങ്സിൻ്റെയും നമ്മൾ ഫയർ ഇൻസ്റ്റലേഷൻ വർക്ക്സും നമ്മൾ ഇതെല്ലാം ചെയ്യണതാണ്. അതിനകത്ത് റെസിഡൻഷ്യൽ, പിന്നെ ഹോസ്പിറ്റൽസ്, ഹോട്ടൽസ്, പിന്നെ മർക്കൻഡൈൽ എല്ലാ കാറ്റഗറി ബിൽഡിങ്സിൻ്റെയും നമ്മളിങ്ങനെ ചെയ്യും. ഇത് മാത്രമല്ല, ഇതിപ്പോൾ ഫാക്ടറി തന്നെ നമ്മൾ പല സ്ഥലത്തും നമ്മൾ ഫയർ എക്സ്റ്റിങ്ഷർ വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരു യൂസ് വന്നു കഴിഞ്ഞാൽ, ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാനുള്ള രീതിയിൽ നമ്മൾ ഇത്രയും മീറ്റർ ഗ്യാപ്പിൽ നമ്മളത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ പേര് നിതിൻ എന്നാണ്. എൻ്റെ കമ്പനിയുടെ പേര് കൊച്ചിൻ ഫയർടെക് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. നമ്മൾ ഫയർ ഫൈറ്റിംഗ് കോൺട്രാക്ടറാണ്. ഒരു 30 വർഷമായിട്ടുള്ളത് നമുക്ക് എക്സ്പീരിയൻസ് ഈ ഒരു ഫീൽഡിലുള്ളതാണ്.
എൻ്റെ പേര് റെൻപോൾ സാമുവൽ. ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് ബിസിനസ് ഇൻ്റലിജൻസ് ഗ്രൂപ്പ്. ഞങ്ങൾ വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ഫോർ ഓൾ ഇലക്ട്രോണിക് സെക്യൂരിറ്റി സിസ്റ്റം. നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഫാക്ടറി കണ്ടു. ആ ഫാക്ടറിയിൽ എങ്ങനെയൊക്കെയാണ് ഞങ്ങൾക്ക് അവർക്കൊരു സെക്യൂരിറ്റി, അതുപോലെ തന്നെ ഇൻ ഓൾ വേസ്. ഫോർ എക്സാമ്പിൾ അവരുടെ എക്യുപ്മെൻറ്റ്സിൻ്റെ സേഫ്റ്റി, അവരുടെ എംപ്ലോയേഴ്സിൻ്റെ ഔട്ട്പുട്ട്, അതെല്ലാം നമുക്ക് CCTV ക്യാമറയിൽ കൂടെ നമ്മളവിടെ ചെയ്തു. അതുപോലെ നമുക്ക് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷന് EPBX നമ്മൾ ചെയ്തു. അതുപോലെ അവരുടെ വണ്ടികളുടെ എൻട്രി എക്സിറ്റ്, അതുപോലെ തന്നെ ജോലിക്കാരുടെ എൻട്രി എക്സിറ്റ് ബയോമെട്രിക്കും അതുപോലെ തന്നെ ബൂം ബാരിയേഴ്സ് വെച്ച് നമ്മളവിടെ ചെയ്തു. ഇങ്ങനെ ഒരു ബിസിനസ് ആവശ്യത്തിന് എന്തെല്ലാം ചെയ്യാം, എന്തെല്ലാം രീതിയിൽ അവരെ സെക്യൂർ ചെയ്യാം, ബിസിനസ്സിനെയും സെക്യൂർ ചെയ്യാം, അവരുടെ എംപ്ലോയീസിനെയും സെക്യൂർ ചെയ്യാവുന്ന രീതിയിലുള്ള പ്രോഡക്ട്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇൻ ഷോർട്ട് വി സേ ഇറ്റ് ഈസ് എൻ ഇലക്ട്രോണിക് സെക്യൂരിറ്റി സിസ്റ്റം. താങ്ക് യു. എൻ്റെ പേര് ഷേസ് എന്നാണ്. എൻ്റെ കമ്പനിയുടെ പേര് യൂണിവേഴ്സൽ ഏജൻസി. സേതു മാധവൻ സാറിന് വേണ്ട എല്ലാ പ്ലംബിംഗ് മെറ്റീരിയൽസും നമ്മളാണ് സപ്ലൈ ചെയ്തത്. ആസ്ട്രൽ പൈപ്പ് എന്ന് പറയുന്ന ഇന്ത്യാസ് നമ്പർ 1 പൈപ്പ് മാനുഫാക്ചറിൻ്റെ ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടറാണ് നമ്മൾ. എല്ലാ ഫാക്ടറികളിലേക്ക് വേണ്ടതും റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ എല്ലാ ടൈപ്പ് പൈപ്പും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. വാട്ടർ ടാങ്ക്, ഇവിടെ വെള്ളം സ്റ്റോർ ചെയ്തേക്കുന്ന വാട്ടർ ടാങ്കും നമ്മൾ സപ്ലൈ ചെയ്തതാണ്. ഇത് പ്ലംബിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടൈപ്പ് മെറ്റീരിയലും യൂണിവേഴ്സൽ ഏജൻസിയിൽ നിങ്ങൾക്കായിട്ട് അവൈലബിൾ ആണ്. കേരളത്തിൽ എവിടെ വേണമെങ്കിലും സപ്ലൈ ചെയ്യണതാണ്. താങ്ക് യു. പ്ലംബിങ്ങിൻ്റെ വർക്ക്, ഈ ബിൽഡിങ്ങിൻ്റെ പ്ലംബിങ്ങിൻ്റെ വർക്ക് മൊത്തം നമ്മളാണ് ചെയ്തത്. എൻ്റെ കമ്പനിയുടെ പേര് PS പ്ലംബിംഗ് എന്നാണ്. ഞാൻ ഫ്ലാറ്റുകൾ, ഹോട്ടൽ പ്രൊജക്റ്റ്, ഹോസ്പിറ്റൽ എന്നീ വർക്കുകൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ വർക്ക് നമ്മൾ CP സ്കാനറി അടക്കം ഹോട്ട് വാട്ടറുള്ള ലൈൻ കംപ്ലീറ്റ് ആസ്ട്രാൾ പൈപ്പിട്ട് നമ്മൾ ചെയ്ത് കൊടുത്താണ്. എല്ലാവിധ വർക്കുകളും പ്ലംബിങ്ങിൻ്റെ വർക്ക് നമ്മൾ ചെയ്യണം. എൻ്റെ കമ്പനിയുടെ നെയിം PS പ്ലംബിംഗ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കൂടി ഫുൾ വെള്ളം പോകുന്നുണ്ട്, പക്ഷേ ഇതിൽ കൂടി ഒന്നും നിങ്ങൾ കേൾക്കണില്ല. അതെന്താ കാരണം? നമ്മൾ സൈലൻസിയോ എന്ന് പറയുന്ന സ്പെഷ്യൽ പൈപ്പാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒച്ചകളൊന്നും പുറത്തേക്ക് വരില്ല. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും സൈലൻസിയോ പൈപ്പ് യൂസ് ചെയ്യണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു. ഓക്കെ ഗൈസ്, എൻ്റെ പേര് സൂരജ് എന്നാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ദാക്ഷായണി ബിസ്ക്കറ്റ് ഫാക്ടറിയുടെ STP പ്ലാന്റ് ഏരിയയിലാണ്. നിങ്ങളിപ്പോൾ കാണുന്നതാണ് പലതരത്തിലുള്ള പമ്പുകൾ ഞാൻ സപ്ലൈ ചെയ്തിരിക്കുന്നതാണ്. KSB മേക്കുണ്ട്, CRI മേക്കുണ്ട്, ബിലോ പമ്പ്സ് എന്നീ കമ്പനികളുടെ പമ്പുകളാണ് ഞാൻ സപ്ലൈ ചെയ്തിരിക്കുന്നത്. ആദ്യം കാണുന്ന ഈ 3 പമ്പുകൾ എന്ന് പറഞ്ഞാൽ മഡ് പമ്പാണ്. STP പ്ലാന്റ് ഏരിയയിലേക്ക് വേസ്റ്റ് വാട്ടർ സഖ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പമ്പുകളാണ്. ഇവർ 1 HP-യുടെ 3 ഫേസ് പമ്പുകളാണ് യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടും സെൻട്രിഫ്യൂഗൽ മോണോബ്ലോക്ക് പമ്പുകളാണ്. ക്ലീൻ വാട്ടർ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. സോ എൻ്റെ പേര് സൂരജ് AM, വരുണ വാട്ടർ സൊല്യൂഷൻസ് ദേശം ആണ് എൻ്റെ ഓഫീസ്. എല്ലാ തരത്തിലുള്ള പമ്പുകൾ, അത് ഡൊമസ്റ്റിക്, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രിയൽ പമ്പുകൾ ഈ ദാക്ഷായണി ഫാക്ടറിയിലേക്ക് സപ്ലൈ ചെയ്തിരിക്കുന്നത് ഞാനാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള റിക്വയർമെൻറ്റ്സുകൾ ഇതിൻ്റെ വരികയാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. സോ വൺസ് അഗെയിൻ ഐ എം സൂരജ് AM, റെപ്രസെൻറ്റിംഗ് വരുണ വാട്ടർ സൊല്യൂഷൻസ്, സൈനിങ് ഓഫ്. എല്ലാ ആൾക്കാരും സേതു മാധവൻ സാർക്ക് നല്ല ഡീല് കൊടുത്തു. അതേപോലെ തന്നെ ഞാൻ നല്ല ഡീല് കൊടുത്തു. അതിനേക്കാൾ കൂടുതൽ ഞാൻ മാസത്തിൽ 1 ലക്ഷം രൂപ സേവിങ്സ് തന്നിട്ടുണ്ട്. അതെങ്ങനെ? ഇതാണ് സോളാർ പ്ലാന്റ്, 100 kilowatt solar plant. It is situated on the top of the roofing sheet of the factory, and every month it is giving 1 lakh rupee savings in the electricity bill. We are doing projects for colleges, universities, hotels, commercial buildings, industrial buildings, as well as residential independent houses. I am Anirban, representing my company Prana Solar. We are 12 years in business, and we are into solar plant EPC, engineering, procurement, construction, maintenance, and end of life cycle management. സാർ, ദാക്ഷായണി ബിസ്ക്കറ്റ്. ഇതിനെ ഇവരൊക്കെ ഞങ്ങളാണ് സാർ. നിങ്ങൾ ആരാണ്? ഞങ്ങൾ തന്നെയാണ് സാർ. ആ അതെ, നിങ്ങൾ ആരൊക്കെയാണ്? ഇവരൊക്കെ എൻ്റെ കൂടെ വന്നതാണ് സാറേ. അവരാരൊക്കെയാണ് ഇതിനെ? ഇവരൊക്കെയാണ് സാറേ. അതെ, ഇവര് എന്താണ് ചെയ്യുന്നത്? സർ, ഞാൻ മുരളി, നാഷണൽ ഇലക്ട്രിക് കമ്പനി, ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ. ഓ, താങ്ക് യു. എടുത്തോളൂ. സർ, ഞാൻ ശശി മേനോൻ. ഞാൻ നിങ്ങളുടെ ഡീസൽ ജനറൽ സപ്ലൈ സ്റ്റാൻഡ് ബൈ ജനറൽ. ഓക്കെ, നേരത്തെ എടുത്തതല്ലേ? ഞാൻ എർത്തിങ് മെറ്റീരിയൽ സപ്ലൈ ചെയ്യണം. ഓക്കെ, കമ്പനിയുടെ പേര് PS പ്ലംബിംഗ്. സന്തോഷം, എടുത്തോളൂ. സർ, ഞാൻ സൂരജ്, വരുണ വാട്ടർ സൊല്യൂഷൻസ് പമ്പിൻ്റെ ആളാണ്. ഓക്കെ, കണ്ടാലറിയാം വെള്ളോടി നിങ്ങൾക്കും എടുക്കാനാണ്. ഞാൻ സാറിൻ്റെ ക്യാമറ എല്ലാം വെച്ചേക്കുന്ന ആളാണ്. അടിപൊളി.
സാർ ഞാൻ ദിലീപ് സെൻട്രൽ മാർക്കറ്റ് സിൻഡിക്കേറ്റ്. ഇവിടുത്തെ ഇലക്ട്രിക്കലിന്റെ സംഭവങ്ങൾ സപ്ലൈ ചെയ്ത് ഞാനാണ്. കേട്ടിട്ടുണ്ട് വളരെയധികം കേട്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ അനിർബൻ സോളാർ കോൺട്രാക്ടർ. ഓക്കെ. പേര് ഷേസിൻ. ഞാൻ പ്ലംബിംഗ് പൈപ്പ് എല്ലാം സപ്ലൈ ചെയ്തായിരുന്നു. ഇതാ അവസാനത്തെ കഷ്ണം വേണ്ട. ഇതിനെപ്പോഴുള്ള നന്ദി നിന്നോട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ലടാ. നന്ദി മാത്രമേ ഉള്ളൂ അല്ലേ? നിന്റെ പൈസയുടെ കാര്യം ഞാൻ സെറ്റാക്കാം. എങ്ങനെയാണ് സെറ്റാക്കണം? അത് ഇവർക്ക് എല്ലാവർക്കും കൊടുത്താലേ വീട്ടിൽ പോകുള്ളൂ, അല്ലെങ്കിൽ എന്നെ വീട്ടിൽ കയറ്റൂല. എല്ലാം ശരിയാക്കി തരാം. സാറ് നോക്കിയാൽ മതി. സന്തോഷം. ഓക്കെ സാർ. പിന്നെ അടുത്ത പ്രോജക്റ്റിൽ ഞങ്ങളൊന്ന് വിളിക്കണം. പിന്നെന്താ. അപ്പോൾ അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് കഥയാണ് എൻ്റെ ബിസ്ക്കറ്റ് ഫാക്ടറിയുടെ തുടക്കം. ഭയങ്കര നല്ല. അപ്പം സാർ പറയുമ്പോൾ ഇവരെല്ലാവരും സാറിൽ ഒരുമിച്ച് വന്ന് കണ്ടു എന്നുള്ളതാണ്. അവരൊക്കെ നമുക്കൊന്ന് കാണാനുള്ളൊരു വകുപ്പുണ്ടാവും. അവരത്ര ചില്ലറക്കാരല്ല. 10 തലയാണ് അവർ ഓരോരുത്തർക്കും. അവർ ഇതാ ഇവിടെ തന്നെ ഉണ്ട്. ഇവരാണ് BNA അച്ചീവേഴ്സിലെ MEP പ്രോജക്ട്സ് പവർ ടീം. BNA അതിനെക്കുറിച്ച് ഇപ്പോൾ പറയാൻ സമയമില്ല. ഹമീദിക്ക് ഇപ്പം ബെല്ലടിക്കും. പിന്നെ ഇതിന് വല്ല ക്യാഷ് കിട്ടണ്ട. കാസ്റ്റിംഗ് കൗച്ച് ഇല്ല, കാരവാൻ ഇല്ല. ഈ പരിപാടിക്ക് കറങ്ങില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിർത്തിപ്പാ. ഒന്നും പൈസ കിട്ടുന്നില്ല, ഒരു 10 ലൈക്കെങ്കിലും കിട്ടണം. അപ്പോൾ വീണ്ടും എല്ലാവർക്കും അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ഗുഡ് ബൈ. അപ്പൊ കട്ട്. തോമസ്, നിനക്ക് ചായ വേണം? ഒരു പരിപ്പുടയും പറഞ്ഞില്ല. ഓക്കേ.